നമസ്കാരം, വെൽക്കം ടു കാലികം സമകാലികം. കാലികം സമ്മേളനത്തിന്റെ ഈസി എക്കണോമിക്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊട്ടു മുമ്പ് ചെയ്ത പാർട്ട് 1 ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷന്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുന്നത്. പാർട്ട് 1-ൽ നിങ്ങൾ ലിബറലൈസേഷന്റെയും പ്രൈവറ്റൈസേഷന്റെയും ഗ്ലോബലൈസേഷന്റെയും അഥവാ NEP-യുടെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഡിഫറൻറ്റ് കമ്പോണന്റ് ആയിട്ടുള്ള LPG-യും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന ഭാഗത്തിലേക്ക് പോവുകയാണ് കാലികം സമകാലയത്തിൻ്റെ ഈ പുതിയ വീഡിയോയിലൂടെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇമ്പാക്റ്റ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി SIക്ക് ഈ ഫോക്കസ് ഏരിയ സ്പെഷ്യൽ എക്സാമിനേഷന് ചോദിക്കാം. പൊതുവെ ഈ ചാപ്റ്ററിന് SIക്കുള്ള ചോദ്യം എന്ന രീതിയിലേക്ക് ഏത് കാലത്തും ചോദിക്കാവുന്ന ചോദ്യമാണ് കോൺസിക്വൻസസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ന്യൂ എക്കണോമിക് പോളിസി or the impact of new economic policy, advantages and disadvantages of new economic policy. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എഴുതേണ്ടതാണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഗുണദോഷങ്ങൾ, അതിന് വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തൽ, അതിൻ്റെ ഇമ്പാക്റ്റ്, ആഘാതങ്ങൾ ഇന്ത്യൻ ഇക്കണോമിയിൽ എങ്ങനെയാണ് എന്ന്. അതിലേറ്റവും ആദ്യം അതിൻ്റെ മെറിറ്റ് സൈഡ് നമ്മൾ പറയുകയാണ്. ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസിയുടെ മെറിറ്റ് സൈഡ് പറയുകയാണ്. അഡ്വാൻറ്റേജസ് എന്ന രീതിയിലേക്ക് പറയുകയാണ്. അതിൻ്റെ ഗുണങ്ങളായിട്ട് പറയുകയാണ്. നമ്പർ 1, ഇൻക്രീസ് ഇൻ GDP, ഗ്രോത്ത് ഓഫ് GDP. GDP വർദ്ധിച്ചു. ദേശീയ വരുമാനത്തെയാണ് പൊതുവെ GDP എന്ന് പറയുന്നത്. ദേശീയ വരുമാനം GDP ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവായിട്ട് ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് GDP ദേശീയ വരുമാനം എന്ന രീതിയിലാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇൻക്രീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന ഒരു മെറിറ്റ് പറയുന്നു. 1990 എന്ന 10 വർഷം, 1980 മുതൽ 1990 വരെയുള്ള ഒരു 10 വർഷക്കാലം ഇന്ത്യയുടെ GDP-യുടെ ഗ്രോത്ത് റേറ്റ് 5.6 ആയിരുന്നു ഒരു ആവറേജ്. ആ 5.6 എന്നുള്ള ആവറേജ് GDP ഏകദേശം പിന്നെ 8-9% മാറി. 2014-15 ആകുമ്പോൾ 9% മാറി. ഇപ്പോൾ വീണ്ടും ഒരു സ്ലോ ഡൗൺ സംഭവിച്ചു ലോകത്തിന് മുഴുവനുള്ള കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. എങ്കിലും ഗ്രോത്ത് ഓഫ് GDP എന്ന പോയിന്റ് നമ്മൾ പറയുക. ആസ് എ റിസൾട്ട് ഓഫ് ദ ന്യൂ എക്കണോമിക് പോളിസി GDP increased, GDP has been increased, growth of GDP. First point ഒരു മെറിറ്റ് പോയിന്റിലൂന്നി, എക്സാമിനേഷൻ പോയിന്റിലൂന്നി പറയുകയാണ്. നമ്പർ 2, foreign direct investment has been increased, FDI increased. ചില വർധനവാണ് ഒരുമിച്ച് പറയുന്നത് അല്ലേ? GDP വർദ്ധിച്ചു, അത് ഒന്നാമത്തെ പോയിന്റ്. 2, നേരിട്ടുള്ള വിദേശ നിക്ഷേപം എന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI ഇൻക്രീസ്ഡ് ഓർ ഇൻക്രീസ് ഇൻ FDI. വിദേശ നിക്ഷേപം എന്ന് പറഞ്ഞാൽ, നേരിട്ടുള്ള വിദേശ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദേശത്തുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ മൾട്ടിനാഷണൽ കമ്പനികളോ ഒക്കെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന് കൊക്കക്കോളയോ പെപ്സിയോ മറ്റ് ഇന്റർനാഷണൽ സ്ഥാപനങ്ങളോ ഇവിടെ വന്ന് നിക്ഷേപിച്ച് ഇന്ത്യയിൽ ഉണ്ടാകുന്ന വിദേശ മൂലധനം, നിക്ഷേപം, അതിൻ്റെ അളവ് വർദ്ധിച്ചു. ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ 2021 മെയ് മാസം അതിൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടത് 2020-21 വർഷത്തിൽ ഇന്ത്യയിൽ $82.71 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ കണക്കിൽ പെടുന്നു എന്നുള്ളതാണ്. 2020-21 ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയുടെ FDI മുൻപെങ്ങുമില്ലാത്ത ഏറ്റവും റെക്കോർഡ് വർധനവിലെത്തി. $82.71 ബില്യൺ, $82.71 ബില്യൺ FDI ഡ്യൂറിങ് 2020-2021. 2020-21 മെയ് വരെയുള്ള ഒരു കാലത്ത് ഇന്ത്യയിൽ റെക്കോർഡ് വർധനവ്, മുൻപൊരു വർഷവും ഇല്ലാത്ത രീതിയിലേക്കുള്ള FDIയുടെ വർധനവ് $82.71 ബില്യൺ. ലേറ്റസ്റ്റ് കണക്കാണ് എക്സാമിനേഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വർധനവുണ്ടായി. FDI ഇൻക്രീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ന്യൂ ഇക്കണോമിക് പോളിസി. നമ്പർ 2 കഴിഞ്ഞു. 1 ഗ്രോത്ത് ഓഫ് GDP, നമ്പർ 2 ഗ്രോത്ത് എന്ന് പറയാം, ഇൻക്രീസ് എന്ന് പറയാം. ഇൻക്രീസ് ഇൻ GDP നമ്പർ 1. നമ്പർ 2 ഇൻക്രീസ് ഇൻ FDI. നമ്പർ 3 ഇൻക്രീസ് ഇൻ FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റിലും വർധനവുണ്ടായി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റിലും വർധനവുണ്ടായി. അത് നമ്പർ 3. നമ്പർ 4 ഇൻക്രീസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണ്യ ശേഖരത്തിലും വർധനവുണ്ടായി. പറഞ്ഞല്ലോ, ആ സമയത്ത് ഇന്ത്യ ഹാഡ് ഓൺലി $6 ബില്യൺ, ദാറ്റ് ഈസ് ഓൺലി ടു മീറ്റ് 2 വീക്സ് ഇമ്പോർട്ട്. 2 ആഴ്ച ഇറക്കുമതി ചെയ്താൽ തീർന്നു പോകുന്ന വിദേശ നാണ്യം മാത്രമേ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ 91-ൽ. 2021
മുൻപെങ്ങുമില്ലാത്ത രീതിയിലേക്ക് ലോകത്തിലെ ഏറ്റവും വിദേശ നാണ്യ ശേഖരമുള്ള ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും പെടുന്നു. വിദേശ നാണ്യ ശേഖരത്തിന്റെ ഏറ്റവും ഒടുവിലെ കണക്ക് $592 ബില്യൺ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം. ഇപ്പോൾ 2021 കണക്ക് പ്രകാരം ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഈസ് $592 ബില്യൺ. $592 ബില്യൺ ആണ് 2021 ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം. വെറും $6 ബില്യൺ ആയിരുന്നു 91 എന്ന് ഓർമ്മിക്കണം. അത് $592 ബില്യൺ ആയി മാറി. അത് ന്യൂ എക്കണോമിക് പോളിസിയുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസിയുടെ ചുരുക്കി പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിന്റെ ഒരു മെറിറ്റ് സൈഡിൽ നമുക്ക് പറയാൻ പറ്റിയതാണ്. ഈ 4 പോയിന്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇമ്പാക്റ്റ് പറയുമ്പോൾ ഒരു എസ്സേ ചോദിക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ ആദ്യം എന്ത് എന്ന് കൃത്യമായിട്ടും NEP നിർവചിച്ച ഒരു പാരഗ്രാഫ് എഴുതി, ഒരു നിർവചനം കൊടുത്തു, ഇൻട്രഡക്ഷൻ എഴുതി, അതിനുശേഷം മെറിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 4 വർധനവാണ് ഒരുമിച്ച് പറയുന്നത്. ഇൻക്രീസ് ഇൻ GDP, ഇൻക്രീസ് ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI, ഇൻക്രീസ് ഇൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് FII, ഇൻക്രീസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഈ 4 പോയിന്റ് ആണ് മെറിറ്റിൽ നമ്മൾ പറയുക. ക്ലിയർ? ഇനി ഡിമെറിറ്റ്സ് ഓഫ് NEP, ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ കോട്ടങ്ങൾ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇതുണ്ടാക്കിയ ഒരു മോശം ഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1, അൺഎംപ്ലോയ്മെന്റ്. ന്യൂ എക്കണോമിക് പോളിസിയിൽ ഇപ്പറയുന്ന പുതിയ സാമ്പത്തികത്തിന്റെ ഭാഗമായിട്ട് തുറന്നിട്ട് കൊടുത്ത് ലിബറലൈസേഷൻ നടപ്പിലാക്കി, ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കി, ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ തുറന്നിട്ട് കൊടുത്ത് അതിനുശേഷമുള്ള 30 വർഷം കഴിഞ്ഞിട്ടും 91 കഴിഞ്ഞിട്ട് 30 വർഷം പൂർത്തിയാവുകയാണ്. ആ 30 വർഷം പൂർത്തിയാവുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ കുറയ്ക്കാൻ അതുകൊണ്ട് കഴിഞ്ഞില്ല. ഗ്രോത്ത് ഉണ്ടായി, ചിലത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ കഴിഞ്ഞില്ല. ഗ്രോത്ത് വിത്ത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. ശരിക്കും അതിനെ പറയുക ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ്. ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിലില്ലാത്ത രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയും. So one of the main disadvantages of new economic policy is growth with unemployment. Unemployment വ്യാപകമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോഴും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ കഴിഞ്ഞില്ല. റിഡക്ഷൻ ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ അൺഎംപ്ലോയ്മെന്റ് പ്രിവെയിൽസ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. നമ്പർ 2, agriculture sector was very backward. നോക്കൂ, കാർഷിക മേഖലയ്ക്ക് ഈ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി 30 വർഷം പൂർത്തീകരിച്ചിട്ടും പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ത്യൻ കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ എടുത്താൽ പ്രൈമറി സെക്ടർ എന്ന കാർഷിക മേഖല പ്രധാനമായുള്ള പ്രൈമറി സെക്ടറിന്റെ അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ദേശീയ വരുമാനത്തിൽ വെറും 15%. 100 രൂപയാണ് ഇന്ത്യയുടെ ആകെ ദേശീയ വരുമാനമെങ്കിൽ അതിൽ 15 രൂപ മാത്രമേ അഗ്രികൾച്ചർ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. 100 രൂപയിൽ 15 രൂപ മാത്രം. 55% സർവീസ് സെക്ടറാണ്. 100-ൽ 55 രൂപയും സേവന മേഖലയാണ് നൽകുന്നത്, സംഭാവന നൽകുന്നത്. 30 രൂപയുടെ അടുത്ത് 30% അടുത്ത് 100 രൂപയാണെങ്കിൽ 30 രൂപയും സംഭാവന ചെയ്യുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അഗ്രികൾച്ചറിന്റെ ഷെയർ 15% മാത്രമാണ്. അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ ഗ്ലോബലൈസേഷൻ പീരീഡ് ഡിഡ് നോട്ട് ഡെവലപ്പ്. അത് വളർച്ച നേടിയില്ല. അതിന് പല കാരണമുണ്ട്. കാർഷിക മേഖല ഈ ഗ്ലോബലൈസേഷൻ പീരീഡിൽ പിറകോട്ട് പോകാൻ ഇപ്പം കർഷക സമരങ്ങളൊക്കെ നടക്കുന്നില്ല. ഇന്ത്യയിൽ പുതിയ കർഷക ബില്ല്, അത് കർഷക ദ്രോഹമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ മുഴുവൻ കർഷക സമരങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ 15% കോൺട്രിബ്യൂഷൻ എങ്കിലും, ദേശീയ വരുമാനത്തിലെ കോൺട്രിബ്യൂഷൻ എങ്കിലും 60% ആളുകൾ ഇപ്പോഴും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും മോർ ദാൻ 60% ഓഫ് ദ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചറൽ സെക്ടർ. അതൊരു വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കാർഷിക മേഖല തകർന്നു പോയത്, തരിപ്പണമായത്? അതിന് പ്രധാനപ്പെട്ട കാരണം റിമൂവൽ ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി. വളങ്ങൾക്കുള്ള സബ്സിഡി എടുത്തു കളഞ്ഞതാണ് പ്രധാനപ്പെട്ട കാരണം. ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ചെറിയ നാമമാത്ര കർഷകരെ ദോഷമായി ബാധിച്ചു വളങ്ങൾക്കുള്ള സബ്സിഡി നിർത്തലാക്കിയത്. അപ്പോൾ കർഷകർക്ക് കാർഷിക ചെലവ് വല്ലാതെ കൂടി, വളങ്ങൾ വലിയ വില കൊടുത്തു വാങ്ങേണ്ടി വന്നു, സബ്സിഡി നൽകിയത് എടുത്തു കളഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ. മറ്റൊന്ന്, കർഷകർക്ക് ആശ്വാസമായി ലഭിച്ചിരുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില, അത് റിമൂവ് ചെയ്തു, നീക്കം ചെയ്തു, എടുത്തു കളഞ്ഞു, അതില്ലാതാക്കി. അതും കർഷകരെ വലിയ തോതിൽ ദോഷമായി ബാധിച്ചു. ഒപ്പം മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാരണം, കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായത് കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ നാണ്യവിളകൾക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പം ഭക്ഷ്യവിളകൾക്ക് വലിയ പ്രോത്സാഹനം ഉണ്ടായില്ല. അതിൻ്റെ വില വല്ലാതെ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായി, ചെലവ് വളരെ കൂടുന്ന സാഹചര്യം ഉണ്ടായി. നാണ്യവിളകൾ മാത്രം കയറ്റി അയക്കാൻ വേണ്ടി അത് ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു സർക്കാർ. The promotion of export on agricultural commodities that is concentrated on
ക്യാഷ് ക്രോപ്സ് നാണ്യവിളകൾക്ക് മാത്രമായിട്ട് ആ കയറ്റുമതിയുടെ ആ ഒരു പ്രോത്സാഹനം നൽകി. അത് ഭക്ഷ്യവിളകൾക്ക് നൽകാത്തതുകൊണ്ട് ഭക്ഷ്യോൽപാദനം ഇന്ത്യയിൽ കുറയുകയും അതിൻ്റെ ചെലവ് കൂടുകയും അത് വലിയ തരത്തിൽ ഇതിൻ്റെ വില കൂടുകയും ചെയ്തു. പക്ഷേ നാണ്യവിളകളുടെ ഉൽപാദനമാണ് കൂടുതലായിട്ട് ഉണ്ടായത്, അത് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒക്കെ ഭാഗമായി സബ്സിഡി നിർത്തലാക്കിയതുകൊണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ് എടുത്തു കളഞ്ഞുകൊണ്ട്, കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കാതെ കയറ്റുമതി നാണ്യവിളകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതുകൊണ്ട് ഇന്ത്യൻ കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ പിറകോട്ട് പോയി. ഈ കാലയളവിൽ കർഷക സമരങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നതിന്റെ അർത്ഥം കർഷകർ സംതൃപ്തരല്ല. കാർഷിക ഉൽപ്പാദനം ഇന്ത്യയിൽ ഒരുപാട് കർഷകർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സംതൃപ്തകരമായ രീതിയിലല്ല എന്നാണ്. മൂന്നാമത്തെ പോയിന്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഇൻഡസ്ട്രിയാണ്. ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിന്, വ്യവസായത്തിന് തുറന്നു കൊടുത്ത് ലൈസൻസിംഗ് ഒക്കെ നിർത്തലാക്കി അതിൻ്റെ എല്ലാ ഉദാരവൽക്കരണവും നടപ്പിലാക്കിയിട്ടും വ്യവസായ മേഖലയിൽ വേണ്ടത്ര രീതിയിൽ വളർച്ച ഉണ്ടായില്ല. ബാക്ക്വേർഡ് ആണ് ഇൻഡസ്ട്രി സ്റ്റിൽ. ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. എന്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ പിറകോട്ടായി ഈ കാലത്തും? അതിന് കാരണം ഇമ്പോർട്ട് പോളിസിയാണ്. ആ ഇമ്പോർട്ട് ട്രേഡ് പോളിസിയുടെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ലൈസൻസ് എടുത്തു കളഞ്ഞു, താരിഫ് എടുത്തു കളഞ്ഞു, കോട്ട എടുത്തു കളഞ്ഞു. യഥേഷ്ടം വസ്തുക്കൾ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന രീതിയിലേക്ക് മാറി. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായ ഒരു കാലത്ത് 1540 പ്രത്യേക ഇനം വസ്തുക്കൾ WTO ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ലോക വ്യാപാര സംഘടനയുടെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 1540 വസ്തുക്കൾ അതുവരെയും ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ നിയന്ത്രണം വെച്ചിരുന്ന വസ്തുക്കൾ ഒരു നിയന്ത്രണമില്ലാതെ ഇന്ത്യയിലേക്ക് ഒഴുകി. അങ്ങനെ യാതൊരു നിയന്ത്രണമില്ലാതെ ഇറക്കുമതി ചെയ്തിങ്ങോട്ട് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വ്യവസായ മേഖല തകർന്നു. ഈ കാലത്തും ഇവിടെ ഉൽപ്പാദനത്തിന് പകരം ആ ഫോറിൻ കൺട്രീസിലെ വസ്തുക്കൾ ആൾക്കാർ വാങ്ങുന്ന രീതിയിലേക്ക് മാറി. അതിനൊരു തടസ്സവും നിയന്ത്രണവും ഇല്ലാതെ യഥേഷ്ടം വരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറും പിറകിലായി. നാലാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി ഓർമ്മിക്കണം നിങ്ങൾ, ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തകർച്ച. ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ പൊതുമേഖലയുടെ ഓഹരി സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കാൻ സർക്കാർ തീരുമാനിച്ച നയത്തിന്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തകരാൻ തുടങ്ങി. അത് ഏറ്റവും മോശമാവാൻ തുടങ്ങി സാഹചര്യം. 2019-20 ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അടുത്ത ഒരു വർഷം 2 ലക്ഷം കോടി രൂപയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ ഞങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്, വരുമാനമായി പ്രതീക്ഷിക്കുന്നത് എന്നാണ്. അതിനർത്ഥം ആ 2 ലക്ഷം കോടി രൂപ ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ നേടുന്നു എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത് ഉണ്ടാക്കുന്ന വരുമാനമാണ്. അതാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. 2 ലക്ഷം കോടിയുടെ ഓഹരികൾ പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യമില്ലാതെ അത് തകരാൻ കാരണമായി പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട്. അഞ്ചാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനീക്വാലിറ്റി ഇൻക്രീസ്ഡ്, അസമത്വം വർദ്ധിച്ചു. വല്ലാത്ത രീതിയിലേക്ക് അസമത്വം വർദ്ധിച്ചു. ഇൻക്രീസ്ഡ് ഇനീക്വാലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അസമത്വം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കാണും. ഇന്ത്യയിൽ 2019 ഓക്സ്ഫാമിന്റെ പഠന റിപ്പോർട്ട് മക്കളൊക്കെ ഓർമ്മിക്കണം. 2019 ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ഏജൻസിയായ ഓക്സ്ഫാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അതിൻ്റെ സാമ്പത്തിക അവസ്ഥ പരിശോധിച്ച് അസമത്വത്തിന്റെ കണക്ക് പുറത്തുവിട്ട സമയത്ത് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താ പറഞ്ഞറിയോ? ഇന്ത്യയിൽ 1% മാത്രം വരുന്ന അതിസമ്പന്നർ, ഇന്ത്യയിൽ 1% മാത്രം വരുന്ന അതിസമ്പന്നർ, 100 ആൾക്കാരുണ്ടെങ്കിൽ ഒറ്റ ആള് മാത്രം, അതല്ല എൻ്റെ അർത്ഥം. 1% മാത്രം വരുന്ന അതിസമ്പന്നർ ഇന്ത്യയുടെ മൊത്തം സമ്പത്തിന്റെ 71% കൈയടക്കി വെച്ചിരിക്കുന്നു. ഇന്ത്യയിലെ 99% ആളുകൾ, ബാക്കി വരുന്ന 99% ആളുകൾ ആകെ സമ്പത്തിന്റെ 29% മാത്രമേ കൈയടക്കി വെച്ചിട്ടുള്ളൂ. ഒറ്റ ശതമാനത്തിന്റെ കയ്യിലാണ് 3/4 71% എന്ന് ഓക്സ്ഫാമിന്റെ പഠന റിപ്പോർട്ട് പറയുന്നു. അതിനർത്ഥം സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു, ദരിദ്രൻ വീണ്ടും ദരിദ്രനായി മാറുന്നു. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അകലം, ഗ്യാപ്പ് ഒരുപാട് വർദ്ധിച്ചു എന്നാണ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഹാസ് ബീൻ വൈഡൻഡ്, ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. റിച്ച് ബിക്കംസ് റിച്ചർ ആൻഡ് പുവർ ബിക്കംസ് poorer and poorer as a result of the globalization. Wide spread of inequality ഉണ്ടായി. പബ്ലിക് സെക്ടർ തകർന്ന് പിറകോട്ടായി മാറി. വ്യാവസായ മേഖല തകർന്ന് പിറകോട്ടായി മാറി. കാർഷിക മേഖല വളരെ ഉൽപാദനക്ഷമത കുറഞ്ഞ് പിറകോട്ടായി മാറി, അല്ലേ? പിന്നെ തൊഴിൽ എന്ന രീതിയിലേക്ക് വലിയ തൊഴിൽ കൊടുക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചെങ്കിലും തൊഴിലില്ലായ്മ ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു. ജോബ്ലെസ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നു. ഒരു പോയിന്റ് കൂടി, ടെക്സ്റ്റ് പ്രകാരം റിഫോംസ് ഇൻ ടാക്സേഷൻ, റിഫോംസ് ഇൻ ഫിസ്ക്കൽ പോളിസി എന്നൊരു പോയിന്റ്.
ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ആ ധനകാര്യ നയത്തെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുക. ഒരു സർക്കാരിന് രണ്ട് നയങ്ങളാണ് പ്രധാനമായി ഉണ്ടാകുക, മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. സെക്കൻഡ് ഇത് പഠിക്കാം. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ബജറ്റിലൂടെ നടപ്പിലാക്കുന്ന നയം എന്നാണ് അർത്ഥം. ദ പോളിസി റിലേറ്റഡ് വിത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് ഡെറ്റ്. പൊതുവരവ്, പൊതുചെലവ്, പൊതുകടം, ഈ മൂന്നുമായി ബന്ധപ്പെട്ട നയത്തിന്റെ പേരാണ് ഫിസ്ക്കൽ പോളിസി. അതിൽ ടാക്സ് എന്നൊരു ഭാഗം, വരുമാനത്തിന്റെ ഭാഗമായുള്ള ടാക്സ് എന്നൊരു ഭാഗം ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് വല്ലാതെ ലിബറലൈസ് ചെയ്തു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡയറക്ട് ടാക്സിന്റെ സ്ലാബ് കുറച്ചു, ഇൻഡയറക്ട് ടാക്സ് റിഡക്ഷൻ നടത്തി, പുതിയ ടാക്സ് കൊണ്ടുവന്നു, ടാക്സിനൊക്കെ നിയമാവലികളൊക്കെ ലളിതമാക്കി, സങ്കീർണത ഒക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു. എന്തിനു വേണ്ടി? കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ചെയ്ത്. പക്ഷേ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു ആഗ്രഹിച്ചത്? ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആൾക്കാരൊക്കെ ടാക്സിന്റെ നിരക്ക് കുറച്ചാൽ ആദായ നികുതിയും മറ്റു കാര്യങ്ങളും കോർപ്പറേഷൻ ടാക്സും ഒക്കെ അടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചത് ഉണ്ടായില്ല. That is, revenue from taxation has not increased during the time of globalization. ഗ്ലോബലൈസേഷൻ്റെ സമയത്ത്, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ടാക്സിൽ നിന്നുള്ള വരവ് കൂടിയില്ല. നിരക്ക് കുറച്ചിട്ടും ആളുകൾ അതിലേക്ക് തയ്യാറായി സുതാര്യമായ രീതിയിലേക്ക് വന്ന് അടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അത് വലിയ തരത്തിൽ ഇൻഡയറക്ട് ടാക്സിൻ്റെയും കളക്ഷനെ ദോഷമായി ബാധിച്ചു. ഇത്രയും പോയിന്റുകളൊക്കെ ഏറ്റവും ചുരുക്കി ഗ്ലോബലൈസേഷൻ്റെ ഡീമെറിറ്റ്സിൻ്റെ ഭാഗമായിട്ട് മക്കളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ നല്ലൊരു തുടക്കം ഇൻട്രഡക്ഷൻ കൊടുത്തുകൊണ്ട് ഗ്ലോബലൈസേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടും അതിൻ്റെ മെറിറ്റ്സ്, അതിനുശേഷം ഡിമെറിറ്റ്സ് ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഉപസംഹാരം, ഒരു കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് അവസാനിപ്പിച്ച് നല്ലൊരു എസ്സേക്കുള്ള സ്കോപ്പ് ഉണ്ട്. കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നൊരു ഭാഗം, അതും മക്കൾ കൃത്യമായിട്ടും എഴുതുക. അപ്പം പാർട്ട് 1ഉം പാർട്ട് 2ഉം ചേർന്ന് ന്യൂ എക്കണോമിക് പോളിസി എന്ന ഭാഗത്തിൻ്റെ 3 ഭാഗവും കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട്, കമ്പോണന്റ് LPG പ്ലസ് LPGയുടെ ഇമ്പാക്റ്റ്, അങ്ങനെ കൃത്യമായിട്ടും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. കാണാം ഫോക്കസ് ഏരിയയിലെ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു വെരി മച്ച്.